പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കാണിക്കുന്ന സോളാറുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യം തന്നെയാണ് കേട്ടോ. സോളാറുമായിട്ട് എല്ലാവരും പറയാറുണ്ട് DC കേബിൾ തന്നെ യൂസ് ചെയ്യണം, AC കേബിൾ യൂസ് ചെയ്യരുത്, DC കേബിൾ ഉപയോഗിക്കണം സോളാറിന് പ്രത്യേകിച്ച് പറയാറുണ്ട്. അത് എന്തുകൊണ്ട് എന്നുള്ളത് ഒന്ന് വിശദീകരിക്കുകയാണ് ചെയ്യുന്നത്. രണ്ടും തമ്മിലുള്ള മാറ്റം എന്താണെന്നുള്ള ഞങ്ങൾ കാണിച്ചു തരികയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഒരുപാട് സംശയം ചോദിക്കാറുണ്ട്, DC കേബിൾ വെക്കാൻ പറ്റുമോ, AC കേബിൾ തന്നെ വെക്കുന്നത് എന്താ കുഴപ്പം എന്നുള്ളതൊക്കെ. അപ്പം അത് ഞാൻ നേരിട്ട് കാണിച്ചു തരാണ്. ഇത് വയർ ക്യാബ് എന്ന് പറഞ്ഞ വാരിയുടെ തന്നെ 4 mm ഒരു DC കേബിളാണ് കേട്ടോ. ഇത് വാരിയുടെ തന്നെ 4 ഇതാണ് DC കേബിൾ എന്ന് പറഞ്ഞാൽ ഈ കളറിലാണ് വരിക അല്ലേ. ഇതാണ് DC എന്ന് പറഞ്ഞ കേബിൾ. ഈ AC കേബിൾ എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ രണ്ടും തമ്മിൽ എന്താണ് മാറ്റം എന്നുള്ളതാണല്ലോ. ഇതാണ് ഈ AC കേബിൾ വരുന്നത് കേട്ടോ. അപ്പോൾ AC കേബിൾ ആദ്യം നമുക്ക് നോക്കാം. AC കേബിൾ ഇത് ജസ്റ്റ് ഒരു ഇൻസുലേറ്റർ. നമ്മൾ കത്തി എടുത്താനുള്ള കാരണം നമ്മൾ ചെത്തുമ്പോൾ ശരിക്കും ഇതിൻ്റെ അറിയില്ല. അപ്പോൾ സ്ലിപ്പറാകുമ്പോൾ ശരിക്കും ഒന്നായിട്ട് പോകല്ലോ ഉള്ളൂ. കാരണം കത്തി എടുത്ത് ചെത്തി തന്നെ കാണിച്ചു തരണം കേട്ടോ. വയർ സ്ലിപ്പറാകുമ്പോൾ ശരിക്കും ഇങ്ങനെ കിട്ടില്ല, കണ്ടില്ലേ. ഇത് നമ്മൾ ഈ ഇൻസുലേഷൻ പോകുന്നതോടുകൂടി കറക്റ്റ് ഉള്ളിൽ കോപ്പറിൻ്റെ കമ്പി പുറത്തേക്ക് ചാടി. ഇതാണ് AC കേബിൾ. AC കേബിൾ എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ നമ്മൾ വീട്ടിൻ്റെ ഉള്ളിൽ കൺസീൽഡായിട്ട് ചെയ്യുന്നൊരു സിസ്റ്റമാണല്ലോ, പുറത്തൂടെ ചെയ്യാറില്ല. പൈപ്പിൻ്റെ ഉള്ളിലൂടെ കയറ്റി കൊണ്ടുപോകുന്നൊരു സാധനമാണ് AC കേബിൾ. അപ്പോൾ ഇതാണ് AC കേബിൾ. കറക്റ്റ് കോപ്പറാണ്. ഇതുണ്ടാ 1 mm ആണെന്ന് തോന്നുന്നു. 1 mm കറക്റ്റ് കോപ്പർ കളറിൽ ഇങ്ങോട്ട് കാണാം. ഇതാണ് സാധാരണഗതിയിൽ നമ്മളെ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന ACക്ക് ഉപയോഗിക്കുന്ന AC കേബിൾ. ഇതെന്തുകൊണ്ട് DC കേബിൾ ഉപയോഗിക്കണം എന്ന് പറയുമ്പോൾ ഇത് DCക്ക് ഉപയോഗിച്ചാൽ ഒരു കുഴപ്പമില്ല കേട്ടോ. കാരണം ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിലുണ്ടാവുന്ന സാധ്യത ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതിപ്പോൾ നിങ്ങൾ കണ്ട്. അപ്പോൾ ഇനി നമുക്ക് DC കേബിൾ നോക്കാം. ഇതാണ് DC കേബിൾ. അപ്പോൾ ഞാൻ ഇതിനെ ജസ്റ്റ് ഒന്ന് അത് മുകളിലൊരു ഇൻസുലേഷൻ പോയി. അപ്പോൾ നേരത്തെ അതേമാതിരി മുകളിലൊരു ഇൻസുലേഷൻ ഉണ്ടായിരുന്നുണ്ടല്ലേ. ഈ ബ്ലാക്ക് കളറിൽ മുകളിലൊരു ഇൻസുലേഷൻ, വീണ്ടും ഒരു ഇൻസുലേഷൻ ഉണ്ട്. ഇതിലുള്ളിൽ ഒരെണ്ണമല്ല 2 ഇൻസുലേഷനാണ് വരുന്നത്. അപ്പോൾ ഇത് നമ്മൾ കളഞ്ഞാൽ നമ്മൾ ഇതിൽ വരുന്ന ആളുകൾ സംശയിക്കുന്നത് അലൂമിനിയം ആണോ എന്ന് സംശയം ഉണ്ടാവും. ഇത് കേബിൾ ഇതാണ്. പ്രത്യേകം നോക്കുക, അലൂമിനിയത്തിൻ്റെ കളറിലാണല്ലേ. ഇതാണ് കേബിൾ കേട്ടോ. ഇതുണ്ട്. ഇത് 4 mm ഒരു ഇതാണ്. അലൂമിനിയത്തിൻ്റെ കളറാണ് ഉണ്ടാവുക. പക്ഷേ ഇത് സിങ്ക് കോട്ടഡ് ആണ് കേട്ടോ. ഇത് സിങ്ക് കോട്ട് ചെയ്യുന്നതാണ്. ഈ കോപ്പറിൻ്റെ മുകളിലെ സിങ്ക് കോട്ട് ചെയ്യുന്നതാണ്. ഇത് ക്ലാവ് കുറേ ഉപയോഗം. ഇത് നമ്മൾ സാധാരണ സോളാറിൻ്റെ കേബിള് വെയിലത്തുനിന്ന് പുറത്തുനിന്ന് ഉള്ളിലേക്ക് വരുന്ന കേബിൾ. ഇതിന് യാതൊരു ഇൻസുലേഷൻ ഉണ്ടാവില്ല. ഇതാണ് ഇതിൻ്റെ ഇൻസുലേഷൻ. ഇപ്പോൾ വെയിലും മഴയും കണ്ടിട്ട് കുറേ കാലങ്ങളോളം വർഷങ്ങളോളം ഈട് നിൽക്കേണ്ട സാധനം ആയതുകൊണ്ടാണ് വെയിലെ കൊള്ളുമ്പോൾ ദ്രവിച്ചു പോകും. ഇത് കുറേ കഴിയുമ്പോൾ കട്ടായിട്ട് പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നത് വെയിലത്തിടുന്ന സമയത്ത്. അപ്പോൾ ഇതിന് അങ്ങനെ ഡബിൾ പ്രൊട്ടക്ഷനാണ് കൊടുത്തേക്കുന്നത്. കണ്ടില്ലേ, ഒരു പ്രൊട്ടക്ഷൻ 2 പ്രൊട്ടക്ഷൻ. അതായത് വെയിലും മഴയൊന്നും പ്രശ്നമില്ലാത്ത രീതിയിൽ. മാത്രമല്ല ഇത് കുറേ കഴിയുന്ന സമയത്ത് ക്ലാവ് പിടിച്ചിട്ട് കോപ്പർ, ഇത് നിങ്ങൾക്കറിയാം പഴയ കേബിളൊക്കെ ഓടിക്കുന്നത് ക്ലാവ് പിടിച്ചിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. കണക്ഷൻ കിട്ടാത്തതും കറണ്ടിൻ്റെ കണ്ടക്ടിവിറ്റി കുറയുന്ന പ്രശ്നങ്ങളൊക്കെ കാണാറുണ്ട്. അപ്പോൾ ഇതിന് അങ്ങനെ ഒരു വിഷയം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിലൊരു സിങ്ക് കോട്ടിങ്, ഓരോ ലെയറിൻ്റെ മുകളിലും ഒരു സിങ്ക് കോട്ടിങ്ങാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ കാണിച്ചു തരാം. ഇത് പേപ്പർ ഇട്ട് കഴിഞ്ഞാൽ അത് നിങ്ങൾ എടുക്കുന്ന സമയത്ത് പുഴയിൽ നിന്ന് വാങ്ങുമ്പോൾ എടുക്കുന്ന സമയത്ത് പിന്നെ നല്ല ശ്രദ്ധിക്കണം കേട്ടോ. ബ്രാൻഡഡ് അല്ല എങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് ചെമ്പാവുണ്ടോ നോക്കണം കേട്ടോ. ഈ ഉള്ള കോട്ടിങ് അവിടെ പോയി കഴിഞ്ഞാൽ പോകുന്നു തോന്നുന്നു കേട്ടോ. പക്ഷെ ഇത് കട്ട് ചെയ്തതിൻ്റെ എഡ്ജ് കണ്ടാൽ തന്നെ അറിയാം. എന്നാലും നമുക്ക് ഇതിൻ്റെ കോട്ടിങ് ഒന്ന് പേപ്പർ ചെയ്ത് കളഞ്ഞു നോക്കാം. ഇത് ഒറിജിനൽ ചെമ്പിൻ്റെ വേറെ തന്നെയാണോ നോക്കണമല്ലോ. അപ്പോൾ ഇത് ചെക്ക് ചെയ്യാവുന്നതാണല്ലേ. കളർ മാറി. ഈ സൈഡ് കളർ നോക്കുക, കണ്ടില്ലേ.
ഈ സൈഡിൽ ആ സിങ്ക് കോട്ടർ ഉണ്ട്. ഞാനത് പേപ്പർ ഇട്ട സമയത്ത് ഇത് പിച്ചളയിലേക്ക് വന്നു, ചെമ്പിൻ്റെ ഇതിലേക്ക് വന്നു, പിച്ചളല്ല ചെമ്പിൻ്റെ ഇതിലേക്ക്. എന്താ പേപ്പർ ചെയ്ത ഭാഗം ക്യാമറയിൽ കാണുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. ഇങ്ങനെ നോക്കിയാലും മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഇങ്ങനെ നോക്കിയാലും മതി, നിങ്ങൾ ഈ രീതിയിൽ നോക്കിയാലും മതി. കട്ട് ചെയ്തിട്ട് ഈ ഭാഗം ഉള്ളിൽ കോപ്പർ കളർ കാണുന്നുണ്ടോ നോക്കുക. അപ്പോൾ കംപ്ലീറ്റ് ഇപ്പോൾ എന്നും ആക്കിയിട്ടും ഈ ഒരു കളറും നിങ്ങൾക്ക് യാതൊരു മാറ്റവും ഇല്ലെങ്കിൽ സംഗതി ഡ്യൂപ്ലിക്കേറ്റ് വയറായിരിക്കും. ഇതാണ് കാരണം കണ്ടക്ടിവിറ്റി കൂടുതലുള്ള കോപ്പറാണ്, പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിൻ്റെ കണ്ടക്ടിവിറ്റി അലുമിനിയത്തിന് ഒരിക്കലും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ നിങ്ങൾ വാങ്ങിക്കുന്ന DC കേബിൾ വാങ്ങിക്കുന്ന സമയത്ത് ഈ ഒരു സംഗതി പ്രത്യേകം ശ്രദ്ധിക്കുക. ബ്രാൻഡഡ് വാങ്ങാൻ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ആഫ്റ്റർ മാർക്കറ്റ് ഒരുപാട് പ്രൊഡക്റ്റുകൾ വരുന്നുണ്ടല്ലോ. അപ്പോൾ എവിടുന്ന് വാങ്ങിക്കുകയാണെങ്കിൽ DC കേബിൾ ഈ കളർ കണ്ടിട്ട് അലൂമിനിയം തെറ്റിദ്ധരിച്ചിട്ട് ചെയ്യരുത്. ഇത് ഒറിജിനൽ ഉള്ളിലൊക്കെ പിച്ച് കോപ്പർ തന്നെയാണ്. അപ്പോൾ ഈ കോപ്പർ കേബിൾ കട്ട് ചെയ്താൽ ശരിക്കും ഈ എഡ്ജ് നോക്കിയാൽ തന്നെ മനസ്സിലാവുന്നതാണ്. അതല്ലെങ്കിൽ ശരിക്കും ഒന്ന് എവിടെയെങ്കിലും വരച്ചിട്ട് നോക്കുക കോപ്പറാണോ എന്നുള്ളത്. അപ്പം അതാണ് ഈ DC കേബിൾ തന്നെ യൂസ് ചെയ്യണമെന്ന് പറയാൻ കാരണം. ഇത് 4 സ്ക്വയർ മൂവ്മെൻ്റ് ആണ്. DC കേബിൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വെളിയിലിടുന്ന സമയത്ത് ഒരുപാട് പിന്നെ പ്രൊട്ടക്ഷൻ ഈ കേബിളിനുണ്ട്. നമ്മൾ വെളിയിൽ മുകളിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കാറില്ലായിരുന്നു. അപ്പോൾ വർഷങ്ങൾ ദ്രവിക്കുക, വെയിലുള്ള മഴകളുള്ള അങ്ങനൊരു പ്രശ്നം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഫലത്തിൽ ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. ഇത് ഒറിജിനൽ ഇതാ ഈ കളറിൽ കാണും, ഇത് ഈ കളറിൽ കാണൂല. ഈ കളറിൽ കാണാതെക്കാനുള്ള കാരണം ഇത് സിങ്ക് കോട്ട് പ്രൊട്ടക്റ്റീവാണ്, ഓരോ കേബിളും പ്രൊട്ടക്റ്റീവാണെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ വെളിയിലിടുന്ന ഈ കേബിൾ DC തന്നെ ഉപയോഗിക്കണം എന്നുള്ള പറയാനുള്ള കാരണം. അപ്പം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോളാറുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണെന്ന വീഡിയോയിൽ ചെയ്യുന്നത്. അതുപോലെ സംശയ നിവാരണമാണ് ഇതിൽ കൂടുതലായിട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയുമായി ഇടം കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.